ഗൗതം, ഒന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ ബെഡ് മാറ്റിയാലോ? എന്താ ഈ ബെഡിന് എന്താ കുഴപ്പം? നല്ല വലിയ ബെഡല്ലേ, കിടന്നുരുളാനൊക്കെ നല്ല സുഖമല്ലേ? അതാ പ്രശ്നം. നീ നല്ല ഉറക്കത്തിനിടയിൽ എൻ്റെ അടുത്തുനിന്ന് മാറിക്കിടക്കും. കൈവച്ച് നീ അടുത്തുണ്ടോന്ന് നോക്കുമ്പോൾ നീ ഉണ്ടാവില്ല. എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവണം. നിന്റെ ശ്വാസത്തിൻ്റെ ചൂടേൽക്കാതെ എനിക്ക് ഉറങ്ങാനാവില്ല. അതുകൊണ്ട് മാറ്റിയേക്കാം. ചെറിയ കോമ്പാക്ട് കുഞ്ഞൊരു ബെഡ്. എടി, നേപ്പാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നേ? കവി, ഗൗതം വിളിച്ചായിരുന്നോ? എടാ, നിന്നെ രംഗനാഥൻ സാർ കാണണമെന്ന് പറഞ്ഞായിരുന്നു. നീ വാ. എന്തിനാടാ? അറിയില്ല, വാ. സാറ് വിളിച്ചായിരുന്നോ? ബൈട്ടോജി. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തുവാടാ സാർ? ഇതെന്താണ് എഴുതിക്കുന്നത്? എന്റെ ഡിസൈൻ സൂപ്പർ, കലക്കിയളിയാ സാർ. നിന്റെ ഡിസൈൻസ് എല്ലാം ഞാൻ R&Dക്ക് അയച്ചു. അവരവിടുന്ന് അപ്രൂവ് ചെയ്ത് അമേരിക്കയ്ക്ക് അയച്ചു. അവിടുന്ന് നിനക്ക് ഇൻവിറ്റേഷൻ വന്നു, അത്രേ ഉള്ളൂ. എപ്പോഴാ അയച്ചാ സാറേ? അതൊക്കെ അയച്ചെന്ന്. സാറേ കഴിഞ്ഞ സാറേ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നു. സോറി മീന, നന്ദിനി. അവനെ ഒരു പാട് പഠിപ്പിക്കും. ഒരു ഗുഡ് ന്യൂസ്. അമേരിക്കയിൽ നടക്കുന്ന ഡിസൈനേഴ്സ് മീറ്റിംഗിൽ കമ്പനി എന്നെയാണ് അയക്കാൻ പോകുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഏതവനാണോ എന്നെ പുറത്താക്കിയത് അവന്റെ മുന്നിലാണ് എന്റെ സ്പീച്ച്. ആദ്യം അച്ഛനോട് പറയണം. സോറി. താങ്ക് യു. ഒരു മിനിറ്റ് പോരാവേ. എല്ലാരും എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാ, എന്റെ ഭർത്താവാണെങ്കിൽ ഒരു കാലത്ത് മുന്നോട്ട് വരാതിരുന്നാലും എന്റെ അനിയത്തിയുടെ ഭർത്താവ്, എന്റെ പൊന്നനിയൻ, അമേരിക്കയ്ക്ക് പോയി ജോലി ചെയ്യുന്ന സ്ഥിതിയിൽ വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാരും ഒരുമിച്ച് മുംബൈ പോയി അമേരിക്ക പ്ലെയിൻ പിടിച്ച് അവനെ യാത്ര അയക്കാന്ന് എന്റെ അച്ഛൻ തീരുമാനിച്ചിരിക്കുക. ആരൊക്കെ മുമ്പേ വരുന്നത് കൈപൊക്കിക്കോ. എന്തോന്നാടാ ഇത്, ക്ലാസ് എടുക്കുവാണല്ലോ. നല്ല കാര്യമല്ലേ? അല്ല, നീ എന്തിനാ ഇപ്പൊ കൈപൊക്കി? ഫ്ലൈറ്റിൽ പോകാലോ. നോക്ക്, എന്റെ മാനത്തിന് വില കൽപ്പിക്കാതെ നീ കൈപൊക്കുന്നു. കൈതാക്കടാ, മര്യാദക്ക് താഴേക്കല്ല, കൊന്നുകളയും. അച്ഛാ, എന്റെ ഭർത്താവ് മാത്രം കൈ പൊക്കിയിട്ടില്ല. ഇങ്ങനെ മാത്രം കൊണ്ടുപോകാതെ നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യ്. അയ്യോ, മണ്ടത്തരം കാണിച്ചല്ലോ. ഞാനെന്ത് തെറ്റ് ചെയ്തു? ഇവരുള്ള പീസുകളെല്ലാം വെളുത്ത് കൊക്കിനെ പോലെ ഇരിക്കും. ആശാനെ പോലെയുള്ള കരിവീട്ടിയൊക്കെ അവര് കണ്ടു കഴിഞ്ഞാ പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോയി ഓരോ വീട്ടിലെ 5 ദിവസം ആശാന്റെ സൗന്ദര്യം ആസ്വദിക്കും. 5 ദിവസം? എന്തുവാടാ പറയുന്നത്? ആദ്യത്തെ ടിക്കറ്റ് എടുക്കാൻ പറ, ബാക്കി കാര്യമൊക്കെ പിന്നെ നോക്കാം. ഞാൻ പറഞ്ഞ വക വയ്ക്കത്തില്ല, അതുകൊണ്ട് നീ തന്നെ പറ. ഒരു പ്രശ്നമില്ല, ആശാനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. വരാന്ന് സമ്മതിച്ചു. എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ? അങ്ങനൊന്നും മനസ്സിലാക്കി സമാധാനപ്പെടുത്തി ഇവരൊന്നും അവിടെ വന്ന് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ഇരുന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കട്ടെ. അങ്ങനെ തന്നെ ചെയ്യാം. ഒരു വലിയ മനുഷ്യൻ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാളെ നോക്കി നീ തറുതല പറയുന്നു. എന്നാ ടിക്കറ്റ് എടുക്കാൻ പറയടി. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടോ? വരാന്ന് പറഞ്ഞല്ലോ, ടിക്കറ്റ് എടുക്കാൻ പറ. അച്ഛാ, പിന്നെ ഇങ്ങേർക്ക് ഒരു ടിക്കറ്റ് എടുത്തോ. ഈ കിളവി എടുക്കാൻ ഒരാള് വേണ്ടേ? കിളവി എന്തെങ്കിലും ആട്ടെ. പിന്നെ പ്രധാന ഒരു കാര്യം, മുംബൈ ചെന്ന് ഇറങ്ങിയ ഉടനെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് തനിക്കൊരു റൂം എടുക്കാൻ നോക്കണം. അപ്പോഴേ ആശാന്റെ ഡിങ്കോൾഫി നടക്കുള്ളൂ. പറയാം. ഞാൻ തുറക്കാം കഥക്. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു. ചേട്ടാ, നമുക്ക് സുഖമാണോ? അനിയത്തി കൂടെ വരുന്നില്ലേ? എടോ, കണ്ണാടി മര്യാദയ്ക്ക് പിടിക്കണം. നീ എന്താ പെണ്ണ് കെട്ടാൻ പോകണോ? ശരീരത്തിലൂടെ മുടിയെല്ലാം അടിച്ചേച്ച്. എടാ, ഒന്ന് പുറത്ത് പാടാ. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? എങ്ങോട്ടാ പോകുന്നത്? എന്താടാ ഇത്, റേഷൻ കടയിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താ ആരോ അകത്ത് പോയിട്ട് കഥ തുറക്കുന്നില്ല. എനിക്ക് നീ ഇപ്പൊ കഥ തുറന്നതില്ല, നിന്റെ മുഖത്തിനിട്ട്
നമ്മുടെ ചേട്ടനായിരുന്നടാ. അപ്പിടാൻ വേണ്ടി 1.5 മണിക്കൂറാ ഇന്നലെ ആരാടാ എന്നെ ട്രെയിനിൽ ഉറക്കിയത്? എന്ന് വിചാരിച്ച് അതുകൊണ്ട് കുറച്ചു നേരം അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. അത് തെറ്റാണോടാ? ഉറങ്ങാനുള്ള സ്ഥലവാതെ മിണ്ടിപ്പോവരുത്. ഇപ്പൊ എന്ത് പറ്റിയെന്നാ? രണ്ട് പേരായിട്ട് പോയി ജോലി തീർക്കുന്നു. രണ്ടുപേരെങ്ങനെ പോടാ പോടാ, നാട്ടിലെ പറമ്പിൽ 100 പേരുമായിട്ട് ഇരിക്കുന്നവരല്ലടാ നീയൊക്കെ. എവിടാ മൊട്ടത്തല? എന്നെ ചെയ്യാൻ തടയല്ലേ. നീ ഒന്നും മിണ്ടരുത്. അതേ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ബോംബെയിൽ വന്നത് എനിക്ക് പ്രത്യേകമായിട്ട് ഒരു റൂം ഇടാൻ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞായിരുന്നു. പറയാൻ വേണ്ടിട്ടല്ലേ ഞാൻ പറയാൻ വന്നതാ നീ പറയുന്നത്. അനിയ ആശാന് ഉറങ്ങാൻ വേണ്ടി ഏത് മുറിയാന്ന് കൊറേ നേരമായിട്ട് ചോദിക്കുക. അതെന്താ ചേട്ടന് ചോദിക്കാൻ അറിയില്ലേ? അല്ല, അനിയനോട് ചോദിക്കാനുള്ള ഒരു മടിയുള്ളതുകൊണ്ട് ആശാൻ എന്നോട് ചോദിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ ചോദിച്ചേ. എന്താടാ? ഒന്ന് മിണ്ടാതിരുന്നോണം പറഞ്ഞേക്കാം. കക്കൂസി പോകാഞ്ഞിട്ട് എന്റെ ആട്ട ചേട്ടാ തട്ടിയത് ഞാനാ. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. വാ ഒന്ന് പാടാ. അവർ റൂം തരാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇറങ്ങി വാടാ. നല്ല റൂം കിട്ടിയിട്ടാണ് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ. ഇതെന്താ എല്ലാരും ഇങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കാവല്ലോ. ഇതാ പതിച്ചു കൂടി കിടക്ക്. എന്തുവാടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? ചേർന്ന് കിടക്ക്. ഇവിടെ എന്തിനാടാ അവൻ വിളിച്ചോണ്ട് വന്നത്? സ്ഥലമുണ്ടല്ലോ, ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ചേട്ടാ വാ, നീ ഇവിടെ സ്ഥലം ശരിയാക്കിയിട്ടുണ്ട്. വാ വാ ചേട്ടാ ഇങ്ങോട്ട്. ഇവിടെ കിടക്ക്. ഒരുപാട് സ്ഥലമുണ്ട്. നല്ല നീണ്ടു നിവർന്നം കിടന്നു. ഇവിടെ ഇവിടെ കിടക്കാനോ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കിടക്കാൻ പറ്റും. എന്താ മോനെ അനിയ, കളിക്കുവാണോ? റൂം തരാന്ന് പറഞ്ഞ് ഇവിടെ കിടക്കാൻ പറയുന്നു. ഇവരൊക്കെ ആരാന്നറിയോ? വൃത്തികെട്ടവന്മാരാ. ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരുടെ അടുത്ത് കിടന്നാലേ ചീഞ്ഞ് നാറ് ലോകം മൊത്തം അറിയോ നിനക്ക്? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് അറിയോ നിനക്ക്? നിന്റെ ഭാര്യയുടെ ചേച്ചിയാണ് ഞാൻ കിട്ടിയത്. എന്താ ഒരു സംശയം നിനക്ക്? എന്ത് തന്നെ ആയാലും എന്റെ ഭാര്യയുടെ അനുജത്തിയാണല്ലോ നിന്റെ ഭാര്യ. അവളെ കിട്ടിയ നിനക്ക് എത്ര അഹങ്കാരമാണെങ്കിൽ എനിക്കെന്ത് മാത്രം കാണും? നിന്നെ വിശ്വസിച്ച് മാത്രമേ ഞാൻ ഇത്രയും ദൂരം വന്നത്. മര്യാദയ്ക്ക് എനിക്ക് റൂം തന്നേക്കണം. പറഞ്ഞേക്കാം. എന്താ സൗകര്യം എന്നാണ് പറഞ്ഞത്? എന്നാ നാട്ടിലേക്ക് വിട്ടു. എന്ത് നാട്ടിലേക്ക് വിട്ടോളാൻ? എന്തോന്ന് അനിയ, ഞാൻ ഇവിടെ കിടക്കൂലെന്നല്ലേ പറഞ്ഞോളൂ. ടെറസേ കിടക്കില്ലെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പൊ വായടച്ച് ഇവിടെ അങ്ങനെ ചുരുളാൻ നോക്ക്. തേണ്ടി കക്കൂസ് നാട്ടിച്ച് വെച്ച് പത്രാസ് മണിക്ക് ഒറ്റ കീറിയാൻ പറ്റും. ആ ചേട്ടനൊരു ബിരിയാണി ഉണ്ടായിക്കേ. ഇനിയെങ്കിലും പോകാലോ. മുട്ടത്തലയാ. ഒന്ന് കിടക്കേ. എവിടെയാടാ കൊണ്ടുപോകുന്നത്? എന്തിനാടാ ഇവിടെ നിർത്തിയ? സംഗതി നമ്മുടെ തരികിടെ അല്ല, ഇവിടെ അല്ലേ നടക്കാൻ പോകുന്നത്. കൈതാടാ നീ പറഞ്ഞില്ലേടാ ബോംബെയിൽ കറുത്തവരെയൊക്കെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന്. 5 ദിവസം വിടില്ലാന്ന്. ആ ഒറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ് 5 രൂപ പലിശയ്ക്ക്, കൊള്ള പലിശയ്ക്ക്, ഭാര്യ അറിയാതെ, പിള്ളേരറിയാതെ, അനിയനറിയാതെ, അമ്മാവൻ പോലും അറിയാതെ ഒരുപാട് കാശല്ലട മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷിക്കണം. ഇവിടെ വിട്ടു പോയതിനു ശേഷം ഈ മുംബൈ നമ്മൾ മരിക്കോളം മറക്കണം വരെ നമ്മളൊന്നും മറക്കില്ല. അത് നോക്കി സെലക്ട് ചെയ്യണം. നീ എന്തിനാ എന്റെ പുറകെ തന്നെ വന്നോണ്ടിരിക്കുന്നു? സഹായത്തിനോ? ഇതുപോലെയുള്ള സ്ഥലത്ത് ചേട്ടൻ തന്നെ സഹായം. നിന്റെ സഹായം ഒന്നും ആവശ്യമില്ല. ഞാൻ കുറച്ചു നേരം ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. കണ്ടിട്ട് പോവാനോ? അവിടെ എന്താ സർക്കസ് കളിക്കാൻ പോവാണോ? ഒരൊറ്റ കുത്തു വെച്ചോണ്ടല്ലോ കണ്ണ് രണ്ടും പൊട്ടിപ്പോവും. പറഞ്ഞേക്കാം. പോടാ പുറത്ത്. എന്നോട് പറഞ്ഞു പോവാൻ. എന്താടാ ഫീലിങ്? എന്തിനാ ഫീലിംഗ് എന്ന്? ചേട്ടന്റെ സന്തോഷം നിന്റെ സന്തോഷം. പോ. കരയരുത്. ഒന്ന് കണ്ടാ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ലല്ലോ. ഞാത്തേക്ക് അല്ലേ ഒരു കാര്യവും നടക്കില്ല. അംഗവും കണ്ട് താളി ഒടിക്കാന്ന് നോക്കിയപ്പോ വിചാരിച്ചതൊന്നും അല്ലല്ലോ ഇവിടെ. ഡബിൾ ആയിട്ടാണോ ഉള്ളത്? അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞോട്ട് പിന്നെ എന്തിനാ ഡബിളിൽ പോയി? ഇത് ആ ഡബിൾ അല്ല, പറയുന്നത് വേറെ ഡബിൾ. എന്തായി പറയുന്നത്? വരുന്നുണ്ട്. 5000 മേടിച്ചോ? 5000 കാശ് തിരിച്ചു തരില്ല. എന്തെങ്കിലും കാശ് തിരിച്ചു തരില്ലെന്നോ? മര്യാദക്ക് മേടിക്കാനാ പറഞ്ഞത്. 5000 വേഗം വാങ്ങണം. कौन सा 5,000? किसी ने दिया मुझे? क्या 5,000? तू तो मेरे पास 5,000 नहीं देना. क्यों झूठ बोल रहे हैं ऐसे? ए नारी आओ जल्दी आओ ना. आओ. എല്ലാവരും ഡബിൾ ആണല്ലോടാ. എന്തുവാടാ ഇത്? തിരുവാതിര കളിയോ? बहनों, ये आदमी 3 दिन यहाँ रहते हैं और सबको अटेंड किए थे. 50,000 देना है. 50,000. എന്തുവാടാ ഈ പറയുന്നത്? അയ്യോ മലയാളം നമ്മുടെ നാട്. ഈ പാർട്ടി എന്തോ പറയുന്നത്? 3 ദിവസം അവിടെ തങ്ങി എല്ലാരെയും അറ്റൻഡ് ചെയ്തിട്ട് 50,000 കൊടുത്തിട്ട് പോവാൻ പറയുന്നു. നല്ലത്.